തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് ആരംഭിച്ച് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ എല്ലാ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാണ്. രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വീടുകളിലേക്ക് മടങ്ങുകയാണ് വോട്ടർമാർ. അതോടൊപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ പോളിംഗ് ഡേയിൽ പോലും ഉണ്ടായിട്ടുണ്ട് UDF കൺവീനറുടെ ഭാഗത്തുനിന്ന്. ആരെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അത് UDFിൻ്റേതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത്. ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിജീവിതയുടെ ഒപ്പമാണ് നാടും സർക്കാരുമുള്ളത്. ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ പരാതി CM-ന് നേരിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ പരാതി രാഷ്ട്രീയ പ്രേരിതം എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. രണ്ടാമത്തെ പരാതി KPCC അല്ലേ കൊടുത്തത്? ഓഹോ, ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏതാണ്? അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം. ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. വലിയ പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആവേശത്തോടെ വടക്കൻ ജില്ലകളിലെ പ്രചരണം സമാപിച്ചു. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി. നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിൽ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ചർച്ചകളിൽ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ജയിലിൽ കിടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അവരെ സംരക്ഷണ കവചമൊരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെൻറ്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ട്, ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ്. വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, അക്രമ രാഷ്ട്രീയം, വന്യമൃഗശല്യം, തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ അഴിമതി, ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, സുഗമമായി തന്നെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്നാണ്
പലയിടങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി എന്നതൊഴിച്ചാൽ നേതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് UDF-നെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, വോട്ടിംഗ് സുഗമമായി തന്നെ നടക്കുകയാണ്. വലിയ വീറും വാശിയും, അതായത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയോടും കൂടി തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പ്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പിണറായി പഞ്ചായത്തിലെ 2ാം നമ്പർ വാർഡായ കാട്ടിലെ പിടിക, അവിടെ ഉള്ള ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലാണ് കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. അതായത് LDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. UDF-ന്റെ അവരുടേതെന്ന് അവർ കരുതുന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇത്തവണ LDF പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് LDF കരുതുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് ഇവിടെ നിന്നും മടങ്ങി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം കൂടി മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2ാമത്തെ ആ പരാതി, അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് KPCC പ്രസിഡന്റ് നിലപാടെടുത്തിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിരൂക്ഷമായ ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഭീഷണിയല്ല, കൊന്നു കളയും എന്നുവരെ പറഞ്ഞ ഒരാളെയാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിനിശിതമായ വിമർശനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉയർത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായ ചർച്ചയാണ്. അത് സ്ത്രീ വോട്ടർമാരിൽ, വനിതാ വോട്ടർമാരിൽ വലിയ രീതിയിലുള്ള ചലനം ഉണ്ടാക്കും എന്ന് തന്നെയാണ് LDF കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വിമർശനത്തിന് പിന്നിലും ആ വിമർശന മുനയും നീളുന്നത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് UDF-ന്റെ നേതാക്കൾക്കെതിരെയാണ്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ, ദിലീപ് വിഷയത്തിൽ അടൂർ പ്രകാശ് എടുത്ത കാര്യങ്ങൾ, അതൊക്കെ അവരുടെ കാര്യം. ഈ കേരള സമൂഹം, LDF സർക്കാർ എല്ലാം ഈ അതിജീവിതക്ക് ഒപ്പമാണ്, മറ്റുള്ളതെല്ലാം അവരുടെ സ്വന്തം കാര്യം എന്ന് പറയുകൂടി ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്തായാലും ഈ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം ഈ പ്രാദേശിക വിഷയങ്ങളാണ് സ്വാഭാവികമായും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ചർച്ച ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ അതിൽ നിന്ന് മാറി വലിയ രീതിയിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി, ഒരു പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള UDF വലിയ വിഷയമായി ഉയർത്തുന്നുണ്ട്. ആ വിഷയം LDF ഉയർത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവർക്ക് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ 1ാം ഘട്ടത്തിന്റെ പോളിംഗ് ദിവസം ഈ UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവന. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാണ്. അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. നമ്മൾ പോളിംഗിലെ വന്നാൽ ഇപ്പോൾ ഏതാണ്ട് 40 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു. 1 മണിക്കൂർ 40 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു. 2 മണിക്കൂറിലേക്ക് ഈ പോളിംഗ് എത്തുമ്പോൾ ഏതാണ്ട് 6% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള ക്യൂ പല സ്ഥലങ്ങളിലും 7 മണിയോടുകൂടി കാണാൻ കഴിഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ഈ ബൂത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി വരുന്ന സമയത്ത് മുഖ്യമന്ത്രി നേരെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിക്കോ കുടുംബത്തിനും ക്യൂ നിൽക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ മറ്റ് മാവിലായി ഉൾപ്പെടെയുള്ള പല ബൂത്തുകളിലും നമ്മൾ സന്ദർശിച്ചിരുന്നു. അവിടെയൊക്കെ വലിയ നിര രാവിലെ 7 മണി മുതൽ തന്നെ ദൃശ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിലയിടങ്ങളിൽ വലിയ ക്യൂ, ചിലയിടങ്ങളിൽ ആളുകൾ രാവിലെ
വോട്ട് ചെയ്യാൻ എത്താത്ത ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഏതാണ്ട് ഒരു ബൂത്തിൽ 600ഓളം വോട്ടുകളൊക്കെയാണ് പരമാവധി പോൾ ചെയ്യപ്പെടുക. പക്ഷേ കോർപ്പറേഷന്റെ കാര്യത്തിൽ എത്തുമ്പോൾ അത് 3000 മുകളിലുള്ള വോട്ടൊക്കെ പോൾ ചെയ്യപ്പെടും. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്നതിന്റെ ആത്മവിശ്വാസത്തിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. KPCC പ്രസിഡന്റും പറഞ്ഞത് ഈ സർക്കാരിനെതിരായ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് KPCC പ്രസിഡന്റ് UDF നേതാക്കളൊക്കെ തന്നെ പറയുന്നു. NDA-യും BJP-യും പറയുന്നത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉയരും. പല തദ്ദേശ സ്ഥാപനങ്ങളിലും അക്കൗണ്ട് തുറക്കും. കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ നിരവധി തദ്ദേശ വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം NDA-യും പ്രകടിപ്പിക്കുന്നുണ്ട്. അർജുൻ, മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. വലിയ തിരക്ക് ബൂത്തുകൾക്ക് മുന്നിൽ പ്രകടമാകുന്നുണ്ട്. ഈ നഗരപ്രദേശങ്ങളിൽ എങ്ങനെയാണ്? പ്രത്യേകിച്ച് കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് നടക്കുന്നത്. വാശിയേറിയ ഒരു പ്രചരണമാണ് അവിടെ UDF-ഉം LDF-ഉം നടത്തിയത്. പ്രത്യേകിച്ച് LDF ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചടക്കും എന്നുള്ള ഒരു വാശിയോടെയുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. മുഖ്യമന്ത്രി കോർപ്പറേഷൻ്റെ ഒരു റാലി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് തന്നെ ഒരിടത്ത് വന്നത് അത് കണ്ണൂരിലാണ്. അത്രമാത്രം പ്രചരണം കോർപ്പറേഷൻ പിടിക്കുമെന്ന വാശിയോടെയായിരുന്നു LDF-ന്റെ പ്രചരണം. കോർപ്പറേഷൻ പരിധിയിൽ എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അർജുൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനം കണ്ണൂർ കോർപ്പറേഷനാണ്. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തി അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു കുട്ടിക്കലാശത്തിന്റെ തലേ ദിവസം മുഖ്യമന്ത്രിയൊക്കെ എത്തി LDF പ്രവർത്തകർക്ക് നൽകിയ ആവേശം, അത് ആത്മവിശ്വാസവും ആവേശവും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ പല ബൂത്തുകൾക്ക് മുന്നിലും ഇപ്പോൾ നീണ്ട നിരയുണ്ട് എന്ന് തന്നെയാണ്. കോർപ്പറേഷന്റെ ഒരു പൊതുവായ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏതാണ്ട് 70% പോളിംഗ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതിനേക്കാൾ മുകളിലേക്ക് പോകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ നമ്മൾ തിരുവനന്തപുരവും തൃശ്ശൂരും കൊല്ലവും ഒക്കെ കണ്ടതുപോലെ നഗരപ്രദേശങ്ങളിൽ പൊതുവെ പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്നതായാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കാണാറുള്ളത്. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു സ്ഥിതി എന്താകും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഏതാണ്ട് 5% പോളിംഗ് ആണ് കോർപ്പറേഷൻ പരിധിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് അല്പം കുറവാണ് കണ്ണൂർ കോർപ്പറേഷനിലെ പോളിംഗ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 8 മണിക്ക് ശേഷം പല ബൂത്തുകൾക്ക് മുന്നിലും ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പലയിടത്തും ഈ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് പോളിംഗ് സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ണൂർ കോർപ്പറേഷന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കണ്ണൂർ കോർപ്പറേഷൻ, അതായത് കഴിഞ്ഞ 2020 6 കോർപ്പറേഷനുകളിൽ 5ഉം LDF പക്ഷത്ത് നിന്നപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDF-ന്റെ പക്ഷത്ത് നിന്നത്. ആ കോർപ്പറേഷൻ നിലനിർത്തുക എന്നത് UDF-ന് ഏറ്റവും അഭിമാന പോരാട്ടമാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു പൊതുരാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് UDF-ന് പൊതുവെ പരമ്പരാഗതമായി UDF-ന് വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെ പലതരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഇത്തവണ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വികസനമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് അതായത് LDF CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ കണ്ണൂർ കോർപ്പറേഷനിൽ LDF അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കും എന്നത് വളരെ വിശദമായി തന്നെ ഒരു ത്രിമാന ദൃശ്യങ്ങൾ സഹിതം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് വലിയ രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെട്ടത്. LDF ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഓരോ മുക്കിലും മൂലയിലും LED വാൾ വെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ വിപുലമായ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് LDF നേതൃത്വം നൽകിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസം, ഒരിക്കലും കാണാത്ത ആത്മവിശ്വാസം LDF-ന്റെ മുഖത്ത് കാണുന്നുമുണ്ട്. പക്ഷേ
UDF പറയുന്നത് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണയും ഉറപ്പായും UDF-ന് തന്നെ ലഭിക്കും. കാരണം ഈ കണ്ണൂർ നഗരത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ UDF-ന്റെ ഭരണകാലത്തുണ്ടായതാണ്. കോർപ്പറേഷൻ ആയാലും നഗരസഭയായാലും അത് UDF ഭരിക്കുമ്പോഴുണ്ടായ വികസനം മാത്രമാണ് കണ്ണൂരിൽ ഉണ്ടായത് എന്നാണ് UDF-ന്റെ ഒരു അവകാശവാദം. അതിൽ അവർ പ്രധാനമായും എടുത്തു കാണിക്കുന്നത് BOT ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ ജവഹർ സ്റ്റേഡിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ, ഇങ്ങനെയുള്ള പല പദ്ധതികളുടെയും വീഡിയോ തയ്യാറാക്കി LDF-ന് ഒരു മറുപടി നൽകുന്ന UDF-നെയും നാം കണ്ടതാണ്. അങ്ങനെ വികസനം മുഖ്യ ചർച്ചയായിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നത്. ഇതാണ് രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയ വിഷയങ്ങളെ രണ്ടാമതാക്കി വികസനം ചർച്ചയാക്കിയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ജനങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വികസനം ചർച്ചയായി എന്നുള്ളത് തന്നെയാണ്. വികസനം തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത്. നാടിന്റെ പൊതുവായ ഒരു മാറ്റം, അതാണ് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കേണ്ടത്. അതിന്റെ കാര്യങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായി എന്നുള്ളത് ഒരു പോസിറ്റീവായി നമുക്ക് കാണാം. ആരധികാരത്തിൽ വന്നാലും കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഒന്നാം പരിഗണന നൽകി വികസിപ്പിക്കും എന്ന ഒരു ഉറപ്പ് ജനങ്ങൾക്ക് രണ്ട് മുന്നണികളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന്റെ തലവിധി മാറും എന്നുള്ള ഒരു വിശ്വാസം, ആരധികാരത്തിൽ വന്നാലും അത് മാറും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് നടന്നില്ലെങ്കിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിലാണ് മുന്നണികൾക്ക് തിരിച്ചടിയാകാൻ പോകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വാഗ്ദാനങ്ങൾ LDF പറയുന്നത് ഏതാണ്ട് 2000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉറപ്പായും ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്ന ഒരു വാഗ്ദാനം LDF നൽകുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. ഈ BJP-യുടെ NDA-യുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ 6 ഡിവിഷനിലെങ്കിലും വിജയിക്കും എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആര് ഭരിക്കണം കണ്ണൂർ കോർപ്പറേഷൻ എന്ന് തീരുമാനിക്കാനുള്ള ശക്തിയായി NDA മാറും എന്ന് BJP-യുടെ എല്ലാ നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ കണ്ണൂരിൽ വന്ന് പറഞ്ഞത് വികസിത കണ്ണൂർ, അതിന് കണ്ണൂരിനെ സ്മാർട്ട് സിറ്റിയാക്കും, അതിന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം. അതായത് വികസനം തന്നെയാണ് 3 മുന്നണികളും ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അർജുൻ.